Hello friends, I am Dr. Rajesh Kumar. Flax seeds അഥവാ ചെറുചണ വിത്ത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അത്യാവശ്യം ആരോഗ്യം നോക്കുന്നവരും ഈ പ്രമേഹം, അമിതവണ്ണം, കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവരും ഒരു നേരത്തെ ഭക്ഷണമായിട്ട് കഴിക്കാറുണ്ട്. എന്നാൽ ഉപയോഗിക്കുന്നതിലെ ചില അപാകതകൾ കൊണ്ടും പാകം ചെയ്യുന്നതിലെ പാകപ്പിഴകൾ കൊണ്ടും ഇന്ന് ഇത് കഴിച്ചു കഴിഞ്ഞാൽ പലർക്കും ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്ലാക്സ് സീഡ്സ് നമുക്ക് ആരോഗ്യത്തിന് വേണ്ടി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും ഇത് ഉപയോഗിക്കുന്ന ചില ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശദീകരിക്കാം. ഫ്ലാക്സ് സീഡ്സിനകത്ത് പ്രധാനമായും 3 തരത്തിലുള്ള ഗുണങ്ങളാണുള്ളത്. ഒന്ന്, omega-3 ഫാറ്റി ആസിഡ് സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തത് ലിഗ്നിൻ എന്ന് പറയുന്ന ഒരു ഫൈറ്റോ ഈസ്ട്രജൻ, ഒരു പോളിഫിനോൾ അടങ്ങിയിട്ടുണ്ട്. മൂന്നാമത്തത് നിറയെ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ളത് തന്നെ ഇതിനകത്ത് നമ്മുടെ ശരീരത്തിലെ ചീത്ത കൊളസ്ട്രോൾ കുറച്ച് ഇത് ഗുഡ് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഹൃദയത്തിന് നല്ലതാണ്. നമ്മുടെ രക്തക്കുഴലിൻ്റെ ഉൾവശം മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നു. കൂടാതെ അത്യാവശ്യം ചെറുപ്പം നിലനിർത്താൻ സഹായിക്കുന്നു. നമ്മുടെ സ്കിന്നിന്, മുടിക്ക് എല്ലാം നല്ലത് തന്നെയാണ്. മാത്രമല്ല ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ലിഗ്നിൻ എന്ന് പറയുന്ന പോളിഫിനോൾ സ്ത്രീകൾക്ക് ഒരു ഫൈറ്റോ ഈസ്ട്രജനായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഗുണം എന്തെന്ന് പറഞ്ഞാൽ പോളിസിസ്റ്റിക് ഓവേറിയൻ ടെൻഡൻസി ഉള്ളവർക്ക് ഈസ്ട്രജൻ ഹോർമോൺ മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലതാണ്. കൂടാതെ അവർക്ക് മെനോപോസിൻ്റെ സമയത്ത്, അതായത് മാസമുറ നിൽക്കുന്ന സമയത്തുണ്ടാകുന്ന വല്ലാത്ത ആവി, ബുദ്ധിമുട്ടുകൾ, ശരീരത്തിനുണ്ടാകുന്ന കഴപ്പ്, ക്ഷീണം, ഉറക്കക്കുറവ് പോലുള്ള പലവിധ പ്രശ്നങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. മൂന്നാമത്തത് ഫൈബേഴ്സ് എന്ന് പറയുന്നതാണ് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് നമ്മുടെ കുടലിനകത്ത് ഒരു ചൂല് പോലെ വർക്ക് ചെയ്യുന്നു, നമ്മുടെ ദഹനത്തിന് സഹായിക്കുന്ന ഒരു മികച്ച പ്രോബയോട്ടിക് ഫുഡാണ്. ഇങ്ങനെ പലതരത്തിൽ ഈ ഫ്ലാക്സ് സീഡ്സ് നമ്മുടെ ശരീരത്തിന് ഗുണകരമാകുന്നുണ്ട്. എന്നാൽ ഫ്ലാക്സ് സീഡ്സ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്നാമത്തത്, നിങ്ങൾക്ക് ഫൈബർ ദഹിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങൾക്ക് IBS ടെൻഡൻസി ഉണ്ട്. IBS എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ടോയ്ലറ്റിൽ പോകണം എന്നൊരു തോന്നൽ, ടെൻഷൻ വന്നാൽ ഉടൻ തന്നെ കക്കൂസിൽ പോകണം എന്നൊരു തോന്നൽ, ഇത്തരം ടെൻഡൻസി ഉള്ളവർ ഫ്ലാക്സ് സീഡ്സ് കഴിയുന്നത്ര ഒഴിവാക്കി പോകുന്നതാണ് നല്ലത്. കാരണം ഇതിനകത്ത് ഒരേപോലെ സോലുബിൾ, ഇൻസോലുബിൾ ഫൈബേഴ്സ് ഉണ്ട്. ഇത് നിങ്ങളുടെ ആമാശയത്തിൽ ശരിയായിട്ട് ദഹിക്കാൻ സാധ്യതയില്ല. കുടലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് അവിടെ വല്ലാത്ത ഇറിറ്റേഷൻ ഉണ്ടാക്കാനും കാരണമാകും. അതേപോലെ നിങ്ങൾക്ക് കുടലിനെ ബാധിക്കുന്ന രോഗമായിട്ടുള്ള അൾസറേറ്റീവ് കൊളൈറ്റിസ്, ക്രോൺസ് ഡിസീസ് ഒക്കെ ഉണ്ടെങ്കിൽ കഴിയുന്നത്ര ഫ്ലാക്സ് സീഡ്സ് ഒഴിവാക്കുക. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമാകും. മൂന്നാമത്തത്, നിങ്ങൾക്ക് തൈറോയ്ഡ് രോഗമുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലാക്സ് സീഡ്സ് വെറുതെ നിങ്ങളിപ്പോൾ കുതിർത്തിട്ടൊന്നും കഴിച്ചാൽ പോരാ. അത് നിങ്ങളുടെ തൈറോയ്ഡ് പ്രശ്നം മോശമാക്കാൻ കാരണമാകും. കാരണം ഇതിനകത്ത് തയോസൈനിൻസ് എന്ന് പറയുന്ന ഒരു രാസവസ്തു അടങ്ങിയിട്ടുണ്ട്. ഇത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം താളം തെറ്റിക്കാൻ കാരണമാകും. തൈറോയ്ഡ് പ്രശ്നമുള്ളവർക്ക് ഇത് കഴിക്കാം. എങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിക്കാം. അടുത്തത് ഗർഭാവസ്ഥയാണ്. ഗർഭാവസ്ഥയിൽ ഗർഭിണികൾ കഴിയുന്നത്ര ഈ ഫ്ലാക്സ് സീഡ്സ് ഒഴിവാക്കി പോകുന്നത് തന്നെയാണ് നല്ലത്. ഇനി ഈ ഫ്ലാക്സ് സീഡ്സിനകത്ത് അടങ്ങിയിട്ടുള്ള രാസവസ്തുക്കൾ, അപകടകാരിയായിട്ടുള്ള വസ്തുക്കൾ എന്തെല്ലാം എന്ന് വിശദീകരിക്കാം. ഒന്നാമത്, ഫൈറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു രാസവസ്തു ഉണ്ട്. ഇത് നമ്മുടെ ശരീരത്തിനകത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ആമാശയത്തിൽ നമുക്ക് ഗുണകരമായിട്ടുള്ള പല വൈറ്റമിൻസും മിനറൽസും അബ്സോർബ് ചെയ്യുന്നതിന് കേടുവരുത്തും. അതും മാത്രമല്ല, ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തയോസൈൻസ് എന്ന് പറയുന്ന രാസവസ്തു നമ്മുടെ തൈറോയ്ഡ് മെറ്റബോളിസം മോശമാക്കാൻ കാരണമാക്കും. ഈ അപകടകാരികളായിട്ടുള്ള രാസവസ്തുക്കളെ പേടിച്ച് നിങ്ങളിത് കഴിക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഫ്ലാക്സ് സീഡ്സ് കഴിക്കേണ്ടത് ഒരിക്കലും വെറുതെ എടുത്ത് ചവച്ച് കഴിക്കരുത്. ഏറ്റവും നല്ലത് ഇതിനെ കുതിർക്കുക. ഒരു 12 മുതൽ 14 മണിക്കൂർ വരെ കുതിർത്തതിന് ശേഷം ഇവ നിങ്ങൾക്ക് നന്നായിട്ട് അരച്ച് കഴിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഇവ നിങ്ങൾക്ക് റോസ്റ്റ് ചെയ്ത് കഴിക്കാം. നന്നായിട്ട് നിങ്ങളൊരു ചീനച്ചട്ടിയിലിട്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ട് റോസ്റ്റ് ചെയ്യുക. റോസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവ പൊടിച്ച് കഴിക്കാവുന്നതാണ്. കാരണം റോസ്റ്റ് ചെയ്യുന്ന സമയത്തോ നന്നായിട്ട് കുതിർക്കുന്ന സമയത്തോ ഇതിനകത്തുള്ള ഫൈറ്റിക് ആസിഡും തയോസൈനൈഡ്സും ഒരുപാട് നഷ്ടപ്പെടും. എന്നാൽ ഫ്ലാക്സ് സീഡ്സിനെ മുളപ്പിച്ചിട്ടോ അല്ലെങ്കിൽ മൈക്രോ ഗ്രീൻസ് ആക്കി കഴിച്ചാലോ ഇതിനകത്തുള്ള ഈ തയോസൈനൈഡ്സും ഫൈറ്റിക് ആസിഡും പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുകയും നമുക്ക് ഇത് രുചിയോടെയും ആരോഗ്യകരവുമായി കഴിക്കുകയും ചെയ്യാം. എങ്ങനെയാണെന്ന് വിശദീകരിക്കാം. ഒരു 8 മണിക്കൂർ ഫ്ലാക്സ് സീഡ്സിനെ നന്നായിട്ട് കുതിർത്തതിന് ശേഷം കിഴി കെട്ടി വയ്ക്കുക. കിഴി കെട്ടി വയ്ക്കുമ്പോൾ ഇവ ഒന്ന് മുളയ്ക്കും. മുളച്ച് ഒരു 1 സെൻറ്റിമീറ്റർ മുള വന്നതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്കിത് പാകം ചെയ്ത് കഴിക്കാം. ഇതിനകത്ത് ഈ ഫൈറ്റിക് ആസിഡ് കണ്ടന്റ് വളരെ കുറവായിരിക്കും. എന്നാൽ ഇതിനെ മൈക്രോ ഗ്രീൻസ് ആക്കി കഴിക്കാം. മൈക്രോ ഗ്രീൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ മുള വന്ന ഈ ഫ്ലാക്സ് സീഡ്സിനെ നിങ്ങളൊരു നനഞ്ഞ തുണിയിൽ, ഒരു ഡിഷിനകത്ത് വെച്ച് നനഞ്ഞ തുണിയിൽ ഇവ വിരിച്ച് ജനലിൻ്റെ സൈഡിൽ വല്ലതും വയ്ക്കുക. ഒരാഴ്ച ഇങ്ങനെ നമ്മൾ അല്പം വെള്ളം തെളിച്ച് അങ്ങനെ വച്ച് കഴിഞ്ഞിരുന്നാൽ ഇവ മുളച്ച് ഒരു 1 ഇഞ്ച് 1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള ചെടികളാവും. ഈ ചെടി നിങ്ങൾ കട്ട് ചെയ്തെടുത്ത് കറി വെച്ച് കഴിക്കുക. മൈക്രോ ഗ്രീൻസ് എന്നാണ് പറയുന്നത്. ഇത് ശരീരത്തിന് വളരെ ഗുണകരമാണ്. കൊച്ചു കുട്ടികൾക്ക് വരെ ഇത് പാകം ചെയ്ത് നൽകാം. വളരെ 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 ബെനിഫിഷ്യലായിട്ട് ഇതിനകത്ത് അത്യാവശ്യം പ്രോട്ടീൻസും അമിനോ ആസിഡ്സും മിനറൽസും ആൻറ്റി ഓക്സിഡൻസും കിട്ടാൻ സഹായിക്കുകയും ചെയ്യും. ശരീരത്തിനും വയറിനും ഏറെ നല്ലതുമാണ്. ഇങ്ങനെ പലതരത്തിൽ നിങ്ങൾക്ക് പാകം ചെയ്ത് കഴിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം ഇല്ല. മാത്രമല്ല ഫ്ലാക്സ് സീഡ്സ് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരം പെട്ടെന്ന് ഇവ വലിച്ചെടുത്ത് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്
ഫ്ലാക്സ് സീഡ്സിൻ്റെ ഒപ്പം നിങ്ങൾ അല്പം കൊഴുപ്പ് കൂടി ചേർത്ത് കഴിക്കുക. കൊഴുപ്പെന്ന് പറയുമ്പോൾ നിങ്ങളൊരു അര ഗ്ലാസ് പാലിലോ ഇല്ലെങ്കിൽ ഒരു അര ഗ്ലാസ് തൈരോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് മോരോ എടുത്തതിന് ശേഷം അതിനകത്ത് നിങ്ങൾ ഈ ഫ്ലാക്സ് സീഡ്സ് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്നതായിരിക്കും ശരീരത്തിന് ഇത് വലിച്ചെടുക്കാനായിട്ട് നല്ലത്. നിങ്ങൾക്ക് ഫ്ലാക്സ് സീഡ്സ് ഇഷ്ടമാണെന്ന് കരുതിയിട്ട് നിങ്ങൾ ഒരു ദിവസം നല്ലൊരു വലിയൊരു ക്വാണ്ടിറ്റിയും വെച്ച് കഴിച്ചു തുടങ്ങരുത്. എപ്പോഴും നല്ലത് രാവിലെയും വൈകുന്നേരമായിട്ട് ഒരു ദിവസത്തെ ക്വാണ്ടിറ്റി പകുതി മുറിച്ച് കഴിക്കുന്നതാണ് നല്ലത്. അതായത് ഒരു ദിവസം നിങ്ങളൊരു 1 ടേബിൾ സ്പൂൺ കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ രാവിലെ അര ടേബിൾ സ്പൂൺ, വൈകുന്നേരം അര ടേബിൾ സ്പൂൺ അങ്ങനെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. തുടക്കത്തിലെ നിങ്ങൾ കഴിച്ചു തുടങ്ങേണ്ടത് അര ടീസ്പൂൺ വെച്ചാണ്. അര ടീസ്പൂൺ രാവിലെ, അര ടീസ്പൂൺ രാത്രി, ഇങ്ങനെ ഒരാഴ്ച തുടർന്നതിന് ശേഷം ഇവ 1 ടീസ്പൂൺ വെച്ചാക്കുക. ഇങ്ങനെ ഗ്രാജുവലി അളവ് വർദ്ധിപ്പിക്കുക. ദിവസവും മാക്സിമം നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ വരെ ഇവ ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഇത് BP കുറയാനും നമ്മുടെ രക്തക്കുഴലിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും എല്ലാം ഈ രീതിക്ക് കഴിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ദിവസത്തിൽ 2 നേരമായിട്ട് ആരോഗ്യകരമായ രീതിക്ക് നിങ്ങൾക്ക് ഫ്ലാക്സ് സീഡ്സ് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഫ്ലാക്സ് സീഡ്സ് കഴിക്കുമ്പോൾ വയറിന് ഇറിറ്റേഷൻ, അമിതമായി ഗ്യാസ് ശല്യം, കീഴ്വായു ശല്യം ഉണ്ടാകുന്നുണ്ട്, നെഞ്ചരിച്ചിൽ, പുളിച്ചു തേട്ടൽ, വയറ് വല്ലാണ്ട് കമ്പനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്ലാക്സ് സീഡ്സിനകത്തുള്ള ഫൈബേഴ്സിനെ ശരീരത്തിന് ദഹിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു സാഹചര്യത്തിൽ ഫ്ലാക്സ് സീഡ്സിനെ നന്നായിട്ട് നിങ്ങൾ റോസ്റ്റ് ചെയ്താണെങ്കിലോ ഇല്ലെങ്കിൽ കുതിർത്തതാണെങ്കിലോ നന്നായിട്ട് വേവിക്കണം. വേവിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഓട്സിനോട് ചേർത്തിട്ട് വേവിക്കാം, തേങ്ങാപ്പാലിൽ വേവിക്കാം, അല്ലെങ്കിൽ പാലിൽ ചേർത്ത് വേവിക്കാം. ഇങ്ങനെ വേവിച്ചതിന് ശേഷം ഇവ ചെറു ചൂടോടുകൂടി കഴിക്കുക. ഫ്ലാക്സ് സീഡ്സ് കഴിക്കുന്ന ഗ്യാസ് ശല്യം ഒഴിവാകും. മാത്രമല്ല ഫ്ലാക്സ് സീഡ്സ് കഴിക്കുന്ന സമയത്ത് ഇതോടൊപ്പം ധാരാളം വെള്ളം കൂടി കുടിക്കണം. കാരണം ഫ്ലാക്സ് സീഡ്സ് നമ്മുടെ ശരീരത്തിനകത്ത് വർക്ക് ചെയ്യുന്നത് ഇത് ആമാശയത്തിൽ ചെന്നിട്ട് അവിടെയുള്ള ജലാംശം വലിച്ചെടുത്ത് കുതിർന്ന് വീർത്തു വരും. ഇങ്ങനെ വീർത്തു വരുന്ന ഇൻസോലബിൾ ഫൈബേഴ്സാണ് നമ്മുടെ കുടലിനകത്ത് ചൂല് പോലെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫ്ലാക്സ് സീഡ്സ് കഴിക്കുമ്പോൾ അതോടൊപ്പം ധാരാളം വെള്ളം കൂടി കുടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഫ്ലാക്സ് സീഡ്സ് ആരോഗ്യകരമായി ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.